ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. The following table shows the coordinates of points SM and T in each case. State whether M is the midpoint of segment ST. Justify your answer. എന്താണ് ക്വസ്റ്റ്യനിൽ പറയണത്? എസ് ടി എന്നൊരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്. ആ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റ് തന്നിട്ടുണ്ട്, മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അത് മിഡ് പോയിൻ്റ് തന്നെയാണോ, എസ് ടി എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് ആണോ തന്നിരിക്കുന്ന എം ആണെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ് ഈ ടേബിളിൽ എഴുതേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എസിൻ്റെ കോർഡിനേറ്റ്സ് -3 0, ടി എന്ന എൻ പോയിൻറ്റ് 3 0. ഇനി അതിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നത് 0 0 എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? നമുക്ക് ഒരു ലൈൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മിഡ് പോയിൻറ്റിൽ നിന്ന് ആ ലൈൻ്റെ 2 എൻ പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ആണല്ലോ. ഇപ്പോൾ ഈ ഒരു ലൈൻ മൊത്തത്തിൽ എത്ര, ഒരു 12 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ഇതിൻ്റെ മിഡ് പോയിൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? ഇതും 6 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസ്, അതായത് എസ് എമ്മും എം ടിയും എന്താണ്, ഈക്വൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് നോക്കാം? എസ് എമ്മിൻ്റെ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് x1 y1 വേണ്ട, ഇത് നമുക്ക് x2 y2, ഇത് x1 y1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എസ് എമ്മിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഓഫ് ദ സെഗ്മെൻറ്റ് എസ് എം ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 എന്താ? -3 മൈനസ് 0 എന്താണ്? -3 തന്നെ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. y2 ഇവിടെ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഈക്വൽ ടു 9, അതായത് റൂട്ട് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടം തുടങ്ങി ഇവിടം വരെ നമുക്ക് എത്ര കിട്ടി? 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 യൂണിറ്റ് കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഇവിടെ എം തൊട്ട് ടി വരെ എസ് എം കണ്ടു. ഇനി നമുക്ക് എന്ത് നോക്കണം? എം ടിയുടെ ലെങ്ത്ത്. എം ടിയുടെ ലെങ്ത്ത് കാണാനായിട്ട് ഇത് x1 y1, ഇത് നമുക്ക് x2 y2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് എന്താ? x2 മൈനസ് x1. x2 എത്രയാണ്? 3 മൈനസ് 0 എന്താ? 3 തന്നെ, 3 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ, അതും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അതായത് ഇവിടെ എന്താണ്? റൂട്ട് 9 തന്നെ. അപ്പോൾ ഇത് എത്ര കിട്ടി? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിൻറ്റ് ടു ദ എൻ പോയിൻറ്റ്സ്, ബോത്ത് എൻ പോയിൻറ്റ്സ് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ എം 0 0 ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് ദ ഗിവൺ സെഗ്മെൻറ്റ് എസ് ടി. മനസ്സിലായല്ലോ? ഇനി അടുത്ത പോയിൻറ്റ്സ് നോക്കിയേ. എസിൻ്റെ കോർഡിനേറ്റ്സ് എന്താ? 2 3, ടിയുടെ കോർഡിനേറ്റ്സ് 4 5, മിഡ് പോയിൻറ്റ് തന്നിരിക്കുന്നത് 3 4. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? എസ് എമ്മിൻ്റെ ഡിസ്റ്റൻസ് നോക്കണം, എം ടിയുടെ ഡിസ്റ്റൻസ് നോക്കണം. അപ്പോൾ എസ് എം ഈക്വൽ ടു, അപ്പോൾ ഇതെന്താക്കാം? x1 y1, ഇത് x2 y2, റൂട്ട് ഓഫ് x2 മൈനസ് x1 ദാറ്റ് ഈസ് 3 മൈനസ് 2 എന്താ? 3 മൈനസ് 2 1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ. അപ്പോൾ 4 മൈനസ് 3 അതും എന്ത് തന്നെയാണ്? 1. അപ്പോൾ 1 സ്ക്വയർ. അപ്പോൾ 1 പ്ലസ് 1 എന്താ? 2. അപ്പോൾ റൂട്ട് 2 ആണ് എസ് എമ്മിൻ്റെ ഡിസ്റ്റൻസ്. എസ് എമ്മിൻ്റെ ഡിസ്റ്റൻസ് എത്ര കിട്ടി? റൂട്ട് 2 യൂണിറ്റ്സ്. ഇനി എം ടിയുടെ ഡിസ്റ്റൻസ് എന്താ? എം ടി, അപ്പോൾ ഇവിടെ ഇനി നമുക്കിത് x1 y1 ഇതാക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ആക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോർഡിനേറ്റ് x1 y1, പിന്നെ അടുത്തത് x2 y2 ഈക്വൽ ടു x2 മൈനസ് x1 എന്താ? 4 മൈനസ് 3 1 സ്ക്വയർ പ്ലസ് 5 മൈനസ് 4 അതും 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2 തന്നെ. അപ്പോൾ ഇവിടത്തെയും ലെങ്ത് എത്ര കിട്ടി? റൂട്ട് 2 യൂണിറ്റ്സ് തന്നെ കിട്ടി. നമുക്ക് എന്ത് കിട്ടി? എസ് എം ഈക്വൽ ടു എം ടി എന്ന് കിട്ടി. അതുകൊണ്ട് എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ സെഗ്മെൻറ്റ് എസ് ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എസിൻ്റെ കോർഡിനേറ്റ്സ് 0 0, ടിയുടെ കോർഡിനേറ്റ് 0 -10. ഇനി മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് 0 5. അപ്പോൾ എസ് എമ്മിൻ്റെ ഡിസ്റ്റൻസ് നോക്കാം. എസ് എം ഈക്വൽ ടു, അപ്പോൾ ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് x2 മൈനസ് x1 സ്ക്വയർ എന്താ? 0. ഇനി അടുത്തത് y2 മൈനസ് y1 സ്ക്വയർ എന്താ? 5 സ്ക്വയർ ദാറ്റ് ഈസ് എന്താണ്? റൂട്ട് ഓഫ് 5 സ്ക്വയർ എന്താണ്? 5. അപ്പോൾ എസ് എമ്മിൻ്റെ ലെങ്ത് എത്ര കിട്ടി? 5
സെൻറ്റിമീറ്റർ എന്ന് ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം 5 യൂണിറ്റ്സ്. ഇനി എം ടിയുടെ ലെങ്ത് എത്രയാണ്? എം ടി റൂട്ട് ഓഫ് ഇത് നമുക്ക് x1 y1 ഇത് x2 y2 ആക്കി എടുത്തു. ഇനി x2 മൈനസ് x1 ഇവിടെ 0 തന്നെയാണ്. അടുത്തത് എന്താ? -10 മൈനസ് 5 y2 മൈനസ് y1 എന്താണ്? -10 മൈനസ് y1 എന്താണ്? -5 ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് ഓഫ് -50 സ്ക്വയർ ഉണ്ട്, അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് -15 സ്ക്വയർ. അപ്പോൾ -15ൻ്റെ സ്ക്വയർ എന്താ? 225. അപ്പോൾ റൂട്ട് ഓഫ് 225 ഈക്വൽ ടു എന്താണ്? 15. അപ്പോൾ ഇവിടത്തെ ലെങ്ത് എത്രയാണ്? 15 യൂണിറ്റ്സ്. അപ്പോൾ ഫ്രം എസ് ടു എം 5 യൂണിറ്റ്സും ഫ്രം എം ടു ടി എന്ന് പറയുന്നത് 15 യൂണിറ്റ്സും ആണ്. അപ്പോൾ ഇത് ക്ലിയർലി എം എന്താണ്? മിഡ് പോയിൻ്റ് അല്ല. എം ഈസ് നോട്ട് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ സെഗ്മെൻറ്റ് എസ് ടി ബിക്കോസ് എസ് എം ഈസ് നോട്ട് ഈക്വൽ ടു എം ടി. എം എന്ന് പറയുന്നത് ഈക്വലി ഡിവൈഡ് ചെയ്യണില്ല. ഒരെണ്ണം 5 യൂണിറ്റ്സും ഒരെണ്ണം 15 യൂണിറ്റ്സും ഒക്കെയാണ് ചെയ്യണത് എം. ഇനി അടുത്ത സെഗ്മെൻറ്റ് നോക്കാം. എസിൻ്റെ കോർഡിനേറ്റ്സ് -8 7, ടിയുടെ കോർഡിനേറ്റ്സ് 6 -3. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിൻ്റ് എമ്മിൻ്റെ കോർഡിനേറ്റ് 0 -2 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. എസ് എം ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് x1 y1 ഇത് x2 y2 x2 മൈനസ് x1 അതായത് 0 -8 അല്ല 0 -8 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 എന്താ? -2 മൈനസ് y1 എന്താ? 7 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്താവും? ഇത് പ്ലസ് ആവും. ഇതെന്താണ്? -2 -7 എന്താ? -9 അതായത് 8 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. 8 സ്ക്വയർ എത്രയാ? 64. 9 സ്ക്വയർ ഈക്വൽ ടു 81 ഈക്വൽ ടു 145. റൂട്ട് ഓഫ് 145 ആണ് എസ് എമ്മിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എം ടിയുടെ ലെങ്ത്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇത് x1 y1 ആക്കി എടുത്തു, ഇത് x2 y2 ആക്കി എടുത്താൽ x2 മൈനസ് x1 എന്താ? 6 മൈനസ് 0 6 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ. y2 എന്താ? -3 മൈനസ് y1 എന്താ? -2 സ്ക്വയർ ഈക്വൽ ടു 6 സ്ക്വയർ എത്രയാ? 36. -3 പ്ലസ് 2 അല്ലേ? ഇവിടെ എന്താവും? നെഗറ്റീവ് വരുമ്പോൾ ഇത് പ്ലസ് 2 ആവും. അപ്പോൾ -3 പ്ലസ് 2 എന്താണ്? -1. അപ്പം -1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36 പ്ലസ് 1 റൂട്ട് 37. ഫ്രം എസ് ടു എം നമുക്ക് എത്ര കിട്ടിയത്? റൂട്ട് 145 യൂണിറ്റ്സും എം ടു ടി കിട്ടിക്കുന്നത് റൂട്ട് 37. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ക്ലിയർലി എം ഈസ് നോട്ട് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ സെഗ്മെൻറ്റ് എസ് ടി. എന്താ? എം എസ് ടീനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നില്ല. എസ് എം എന്ന് പറയുന്നത് റൂട്ട് 145ഉം എം ടി എന്ന് പറയുന്നത് റൂട്ട് 37ഉം ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ സെഗ്മെൻറ്റിൻ്റെയും മിഡ് പോയിൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആദ്യത്തെ 2 എണ്ണം മാത്രം എന്താണ്? മിഡ് പോയിൻ്റ് ആണെന്ന് കിട്ടി. ബാക്കിയത്തെ 2 എണ്ണം മിഡ് പോയിൻ്റ് അല്ല എന്നും കിട്ടി. അപ്പോൾ ഈ 2 എണ്ണത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ നോക്കിയേ. ഈ 2 എൻഡ് പോയിൻറ്റ്സും മിഡ് പോയിൻറ്റും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ -3 ഇവിടെ +3 ഇവിടെ 0 ഇവിടെ 0. ഇനി അടുത്തതിൽ നോക്കിയാൽ 2 ഇവിടെ 4. മിഡ് പോയിൻ്റ് വന്നിരിക്കുന്നത് 3. ഇവിടെ 3 ഇവിടെ 5. മിഡ് പോയിൻ്റ് വന്നിരിക്കുന്നത് 4. അപ്പോൾ കുറച്ചും കൂടി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഇവിടെ 2 ഇവിടെ 4. അപ്പോൾ 2 + 4 എത്രയാണ്? 6. 6 ഡിവൈഡഡ് ബൈ 2 ആണ് 3 ആണല്ലോ. അപ്പോൾ x1ഉം ഇത് x2 ആണിത് x1 ഇത് y1 ഇത് അടുത്ത എൻഡ് പോയിൻ്റ് x2 y2 ആണെങ്കിൽ x1 + x2 എത്രയാ? അതിൻ്റെ ഹാഫാണ് മിഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ y1 + y2 എന്താ? 3 + 5 8. 8ൻ്റെ ഹാഫാണല്ലോ 4. ഇനി ഇവിടെ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. x1 -3 പ്ലസ് x2 എന്താ? +3 0. 0/2 എന്തുതന്നെയാണ്? 0 തന്നെയാണ്. ഇനി y1 0 y2 0. അപ്പോൾ 0/2 എന്തുതന്നെയാണ്?
0 തന്നെ. അപ്പോൾ 0 0, അപ്പോൾ ഇവിടെയും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇനി മിഡ് പോയിൻ്റ് അല്ല എന്ന് കണ്ടുപിടിച്ചോടത്ത് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ x1 0, ഇവിടുത്തെ x2 0, 0 + 0/2 0 തന്നെയാണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ y1 0, y2 -10 ആണ്. അപ്പോൾ y1 + y2 എന്ത് കിട്ടും? -10. ഇനി അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ -5 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? +5 ആണ്. അപ്പോൾ ഇത് മിഡ് പോയിൻ്റ് അല്ല എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ -8, ഇവിടെ +6. അപ്പോൾ -8 + 6 എത്രയാ? -2 ആണ് അല്ലേ? -2ൻ്റെ പകുതി 2/2 എന്താ? -1 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കണം മിഡ് പോയിൻ്റ് 0 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7 + -3 എന്താ? 4. 4ൻ്റെ പകുതി 2. അപ്പോൾ +2 ആണ് ഇവിടെ നമുക്ക് തന്നത്, -2. അപ്പോൾ ഇവിടുത്തെ മിഡ് പോയിൻ്റ് ശരിക്കും എന്താണ്? -1, +2 ആണ് ഇവിടുത്തെ മിഡ് പോയിൻ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ 2 എൻ പോയിൻറ്റ്സ് x1 y1 ആൻഡ് x2 y2 ആണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 + x2/2ഉം y കോർഡിനേറ്റ് എന്ന് പറയുന്നത് y1 + y2/2 ആണ്. ഇതിൻ്റെ പേരാണ് മിഡ് പോയിൻ്റ് ഫോർമുല. ആദ്യമൊക്കെ ഈ ഒരു ഫോർമുല ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരാറുണ്ട്. സാധാരണ ഇതിലൊക്കെ അങ്ങനെയാണ് തരാറ്. കാരണം മിഡ് പോയിൻ്റ് ഫോർമുല, സെക്ഷൻ ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോർമുലാസ് ഈ കോർഡിനേറ്റ്സിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഈ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യണത്. ഡയറക്റ്റായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സിലബസൊക്കെ ചേഞ്ച് ചെയ്ത കാരണം ഇത് നിങ്ങൾ തന്നെയായിട്ടൊന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പറയണത് നോക്കാം. വെൻ എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ST, ക്യാൻ യു ഫൈൻഡ് എനി കണക്ഷൻ ബിറ്റ്വീൻ ദ കോർഡിനേറ്റ്സ് ഓഫ് M, S ആൻഡ് T? മനസ്സിലായോ? ഇനി മിഡ് പോയിൻ്റാന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ കഴിഞ്ഞു. നമ്മളെങ്ങനെയാണ് കണ്ടുപിടിച്ച? ഡിസ്റ്റൻസ് ഈക്വലാന്നുള്ളത് വെച്ചിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ മിഡ് പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ എസ്സിൻ്റെയും ടിയുടെയും എമ്മിൻ്റെയും കോർഡിനേറ്റ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? അപ്പോൾ മിഡ് പോയിൻ്റ് ഫോർമുല നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ചു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് മിഡ് പോയിൻ്റ് ഫോർമുല എന്ന് പറഞ്ഞ് അല്ല ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റീസൺ എഴുതുമ്പോൾ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇവിടെ റീസൺ എഴുതുമ്പോൾ മിഡ് പോയിൻ്റ് ഫോർമുല എഴുതരുത്. നിങ്ങൾ മിഡ് പോയിൻ്റ് ഫോർമുല പഠിച്ചിട്ടില്ല. നിങ്ങളിത് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ കിട്ടിയിട്ട് ഇതാണ് മിഡ് പോയിൻറ്റിന് വരുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഇതാണ് മിഡ് പോയിൻ്റ് ഫോർമുല എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ എന്താ എഴുതണ്ട? ഇതിൻ്റെ ഫ്രം S to M ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, M to T. അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് MSTനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഈ രണ്ടെണ്ണത്തിൻ്റെയും റീസൺ. ഇവിടെ എന്ത് ചെയ്യണില്ല? M STനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് M ഈസ് നോട്ട് ദ മിഡ് പോയിൻ്റ് ഓഫ് സെഗ്മെൻറ്റ് ST. മനസ്സിലായല്ലോ? അപ്പോൾ അതേപോലെ ഇതാണ് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ST ആൻഡ് M? എന്താണ്? ഒന്നുകൂടെ പറഞ്ഞുതരാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മിഡ് പോയിൻ്റ് ഫോർമുല എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, ഓർത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണ് നമ്മൾ പഠിക്കുന്നത്? മിഡ് പോയിൻ്റ് ഫോർമുല. ഒരു ലൈൻ സെഗ്മെൻറ്റ്, അതിൻ്റെ n പോയിൻറ്റ്സ് എടുത്തു. n പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ്, ഒരു n പോയിൻറ്റ്സ് x1 y1, ഒരു n പോയിൻറ്റ്സ് x2 y2 എടുത്താൽ അതിൻ്റെ മിഡ് പോയിൻ്റ് വരുന്നത് എന്തായിരിക്കും? മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്, എക്സ് കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിൻ്റ് എന്താ? ഈ രണ്ട് n പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റിൻ്റെ സമ്മ്, അതിൻ്റെ ഹാഫ്. മനസ്സിലായോ? മിഡ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? സം ഓഫ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ n പോയിൻറ്റ്സ് ഓഫ് ദ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ 2, അല്ലെങ്കിൽ എന്താ? ഹാഫ് ഓഫ് ദ സം ഓഫ് ദ n പോയിൻറ്റ്സ് ഓഫ് ദ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് ദ സെഗ്മെൻറ്റ്. കൺഫ്യൂഷൻ ആയോ? അതായത് എസിൻ്റെ എക്സ് കോർഡിനേറ്റും ടിയുടെ എക്സ് കോർഡിനേറ്റും തമ്മിലുള്ള സമ്മ്, അതിൻ്റെ ഹാഫ്, x1 + x2/2. ഇനി അടുത്തത് y കോർഡിനേറ്റ്സിൻ്റെ സമ്മ്, അതിൻ്റെ ഹാഫ്. ഇതാണ് മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്, മിഡ് പോയിൻറ്റ് ഫോർമുല. മനസ്സിലായല്ലോ?
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. യൂസ് ദ കണക്ഷൻ യു ഫൗണ്ട് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ഗിവൺ ദാറ്റ് m -7 1 is the midpoint of a 3 -4 and b x y. എന്താ പറഞ്ഞേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യൂസ് ദ കണക്ഷൻ യു ഫൗണ്ട്. നിങ്ങളാണ് കണ്ടുപിടിക്കണത് മിഡ് പോയിൻ്റ് എൻഡ് പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സും തമ്മിലുള്ള കണക്ഷൻ. അതായത് നിങ്ങളാണ് മിഡ് പോയിൻറ്റ് ഫോർമുല കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ച ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ബി എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. എ ബി എന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്. അതിൻ്റെ എയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ബിയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടില്ല. ബട്ട് എം മിഡ് പോയിൻ്റ് ഈസ് ഗിവൺ. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിൻറ്റ്സ് ആർ ഗിവൺ -7 and 1. അപ്പോൾ നമുക്ക് മിഡ് പോയിൻ്റ് അറിയാം, ഒരു എൻ പോയിൻറ്റും അറിയാം. മറ്റേ എൻ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്തായിരുന്നു ഇത്? x1 y1, ഈ എൻ പോയിൻ്റ് x2 y2 ആണെങ്കിൽ ഈ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താ? x1 + x2/2ഉം y1 + y2/2 ആണ്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാത്തത് x2 y2 ഏതാണെന്നാണ് അറിയാത്തത്. x1ഉം y1ഉം അറിയാം, മിഡ് പോയിൻറ്റും അറിയാം. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാം. x1 + x2/2 = x1ന് പകരം എന്തെടുക്കാം? ഇവിടുത്തെ x1 ഏതാ? 3. x2ന് പകരം നമുക്കൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, അപ്പോൾ x2 തന്നെ ഇടാം. /2 ഈ മിഡ് പോയിൻ്റ് ആണ്. ഏത്? എക്സ് കോർഡിനേറ്റ്. മിഡ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? -7. ഇനി മിഡ് പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എങ്ങനെയാണ് കിട്ടുക? y1 + y2/2. അപ്പോൾ ഇവിടെ y1 + y2/2. ഇവിടെ y1 എന്താ? -4 + y2 ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. /2 = എന്താണ് മിഡ് പോയിൻറ്റ്? മിഡ് പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്? 1. അതായത് 3 + x2/2 = -7. -4 + y2 / 2 = +1. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ 3 + x2 = എന്ത് കിട്ടും? 3 + x2 = -7 × 2 -14. ഇതിൽ നിന്ന് നമുക്ക് x2 = എന്ത് കിട്ടും? -14. ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -3 = -17. അപ്പോൾ x2ൻ്റെ കോർഡിനേറ്റ് കിട്ടി -17. മനസ്സിലായല്ലോ? നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് 2 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. കാരണം 2 ഇവിടെ കോമൺ ആണ്. അപ്പോൾ 2 ഇങ്ങോട്ട് വന്നപ്പോൾ ഡിനോമിനേറ്ററിൽ ഇരുന്ന ആൾ ഇവിടെ മുകളിലായി, ന്യൂമറേറ്ററായി. അപ്പോൾ /2 ഇവിടെ × 2 ആയി, -14. പിന്നെ ഈ 3നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ -3 -17 കിട്ടി. ഇനി ഇവിടെ ഇതേപോലെ തന്നെ -4 + y2 = 1. അപ്പോൾ -4 + y2 = എന്ത് എഴുതാം? 2 ഇങ്ങോട്ട് വന്നു, 1 × 2 അതാണ് 2. അപ്പോൾ y2 = എന്ത് എഴുതാം? ഇവിടെ ഓൾറെഡി ആരുണ്ട്? 2 ഉണ്ട്. ഈ -4നെ ഈ 2ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്തായി? +4 ആയി. അപ്പോൾ y2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 6 കിട്ടി. അപ്പോൾ എൻ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ് ബിയുടെ കോർഡിനേറ്റ്സ് എന്ത് കിട്ടി? -17 പിന്നെ 6. ഇനി ഈ -17 6 കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. എങ്ങനെ ചെക്ക് ചെയ്യാം? ഇത് രണ്ടും കൂടി, അതായത് എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യും. 3 + -17 / 2 എത്ര കിട്ടാമെന്ന് നോക്കാം. -17 + 3 എന്ന് വെച്ചാൽ എന്താ? -14 /2 എന്ത് കിട്ടി? -7. എൻ പോയിൻ്റ് എന്താ? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് -7 കറക്റ്റാണ്. ഇനി അടുത്തത് y1 + y2/2 1 കിട്ടണ്ടോ നോക്കാം. y1 എന്താ? -4 + y2 എന്താ? +6/2 എത്രയാണ്? 2/2 അല്ലേ? 6 - 4 എന്താ? 2. അപ്പോൾ 2/2 = എന്താ? 1. മിഡ് പോയിൻ്റ് എന്ത് തന്നെയാണ്? -7ഉം 1ഉം തന്നെ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു ആൻസർ -7 and 6 എന്താ? കറക്റ്റാന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലെറ്റ് PQ be points of trisection of AB with P closer to A and Q closer to B. Using your knowledge of how to find the coordinates of the midpoint of a segment, how would you find the coordinates of P and Q? Do this for the case when the points are A 4, 7 and B 16, -2. എന്താണ് പറഞ്ഞിരിക്കുന്നത്? PQB the points of trisection of AB. AB എന്ന് പറയുന്നത് എന്താണ്? ഒരു
ലൈൻ സെഗ്മെൻ്റ് ആണ് എ ബി. എയുടെ കോർഡിനേറ്റ് 4 7, ബിയുടെ കോർഡിനേറ്റും തന്നിട്ടുണ്ട് 16 -2 ആണ്. എ ബിനെ എന്ത് പി ക്യു എന്ന പോയിൻ്റ് എന്ത് ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ട്രൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലി 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായില്ല? അപ്പോൾ ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവൈഡിങ് ഈക്വലി ഇൻറ്റു 3 സെക്ഷൻസ് അല്ലേ? അപ്പോൾ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് പി ആൻഡ് ക്യൂ. എന്തിനെ? എ ബി എന്ന ഇതാണ് തന്നിരിക്കുന്നത്. എ ബി എന്ന ഒരു ലൈൻ സെഗ്മെൻറ്റിനെ പി ആൻഡ് ക്യൂ എന്ന 2 പോയിൻറ്റ്സ് എന്ത് ചെയ്യാണ്? ട്രൈസെക്റ്റ് ചെയ്യാണ്. അതായത് എ ബി എന്ന ലൈൻ സെഗ്മെൻറ്റ് ഇപ്പോൾ എത്ര പാർട്ടായി? 1 2 3 അല്ലേ? ഫസ്റ്റ് ഭാഗം എന്താണ്? ഫ്രം എ ടു പി വരെ ഒരു പാർട്ട്, അടുത്തത് പി ടു ക്യൂ വരെ അടുത്ത പാർട്ട്, ക്യൂ ടു ബി വരെ അടുത്ത പാർട്ട്. ഈ 3 പാർട്ടും എങ്ങനത്തെയാണ്? ഈക്വലാണ്, ഈക്വൽ ലെങ്ത് ആണ് അല്ലേ? ഇതിപ്പോൾ ഒരു 21 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ഓരോന്നും എത്ര വീതം ഉണ്ടാവും? 7 7 7 7 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പോൾ പി ക്യൂ എന്ന് പറയുന്നത് എ ബീനെ 3 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു. എ ബിയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി പിയുടെ കോർഡിനേറ്റും ക്യൂവിൻ്റെ കോർഡിനേറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് നമുക്ക് എന്ത് കൊടുക്കാം? x1 y1 എന്ന് കൊടുക്കാം. ക്യൂവിൻ്റെ കോർഡിനേറ്റ് എന്ത് കൊടുക്കാം? x2 y2 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് വേറൊരു ഫോർമുല ഉണ്ട്, സെക്ഷൻ ഫോർമുല എന്ന് പറയും. അത് നിങ്ങളുടെ ടെക്സ്റ്റിലൊന്നും തന്നിട്ടില്ല, നിങ്ങൾക്കത് പഠിക്കാനില്ല. മിഡ് പോയിൻറ്റ് ഫോർമുല വരെ നിങ്ങളുടെ ഒരു പ്രോബ്ലം ചെയ്യിച്ചിട്ടാണ് മനസ്സിലാക്കിക്കണേ. അപ്പോൾ സെക്ഷൻ ഫോർമുല നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ട് ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യണില്ല. ആ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങൾക്ക് എന്തായാലും അത് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മിഡ് പോയിൻറ്റ് ഫോർമുല വെച്ചിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, യൂസിങ് യുവർ നോളജ് ഓഫ് ഹൗ ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എ സെഗ്മെൻറ്റ്. എന്താ? യൂസിങ് മിഡ് പോയിൻറ്റ് ഫോർമുല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ ഒരു ലൈൻ ഇത്രയും സെഗ്മെൻറ്റ് നോക്കാം, ഫ്രം എ ടു ക്യൂ വരെയുള്ള പോയിൻറ്റ്. അപ്പോൾ പി ഇതിൻ്റെ എന്തായിരിക്കും? മിഡ് പോയിൻ്റ് ആയിരിക്കും. ആണല്ലോ? ഇതെല്ലാം ഈക്വൽ പാർട്ടാണെന്നറിയാം. അപ്പോൾ എ ക്യൂ എന്ന ലൈൻ സെഗ്മെൻറ്റ് എടുത്താൽ പി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എന്ത് സെഗ്മെൻറ്റ് എ ക്യൂ എന്ന് പറയാലോ. അപ്പോൾ കൺസിഡർ ദ സെഗ്മെൻറ്റ് എ ക്യൂ വേർ പി ഈസ് ദ മിഡ് പോയിൻ്റ്. അങ്ങനെയാണെങ്കിൽ ഈ പിയുടെ ഈ x1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 4 + x2/2 ആണ് പിയുടെ എന്ത് മിഡ് പോയിൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? പിയുടെ മിഡ് പോയിൻ്റ് x1 ഈക്വൽ ടു എന്ത് എഴുതാം? രണ്ടറ്റത്തെ മിഡ് പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ്, അതായത് 4 + x2/2 ആണ് x1. ഇനി y1 എന്ത് എഴുതാം? y1 ഈക്വൽ ടു 7 + y2/2. 7 + y2/2. ഇവിടം വരെ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. എ ടു ക്യൂ വരെ, ഈ ഭാഗം വേണ്ട. അപ്പോൾ നോക്കിയേ, ഈ എൻ പോയിൻറ്റ്സ് എയും ക്യൂവും തമ്മിലുള്ള എൻ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സമ്മ് ബൈ 2, വൈ കോർഡിനേറ്റ്സിൻ്റെ സമ്മ് ബൈ 2 ആണ് മിഡ് പോയിൻറ്റ്. അതാണ് പി. അപ്പോൾ പി x1 ഈക്വൽ ടു എന്ത് കിട്ടി? 4 + x2/2 കിട്ടി. y1 ഈക്വൽ ടു 7 + y2/2 കിട്ടി. ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കാം. ഇനി അടുത്ത ഒരു സെഗ്മെൻറ്റ് എങ്ങനെ നോക്കാം? ഫ്രം പി ടു ബി വരെ നോക്കാം. അല്ല, ഈ ഒരു ഭാഗം വേണ്ട, ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ലൈൻ സെഗ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എഴുതാം. കൺസിഡർ, ഇത് മനസ്സിലായല്ലോ? ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്? 4 + x2/2 പിന്നെ 7 + y2/2 ആണ് x1 y1 എന്നുള്ളത് കിട്ടിയത്. അടുത്തത് എന്താ? കൺസിഡർ ദ സെഗ്മെൻറ്റ് പി ബി വേർ ക്യൂ ഈസ് ദ മിഡ് പോയിൻറ്റ്. അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ഏതായിട്ടാണ് എടുത്തിരിക്കുന്നത്? x2 y2. അപ്പോൾ x2 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? പിയുടെ എക്സ് കോർഡിനേറ്റും ബിയുടെ എക്സ് കോർഡിനേറ്റും തമ്മിലുള്ള സമ്മിൻ്റെ ഹാഫ്. അപ്പോൾ x1 + 16/2 ആണ് ഏത്? x2. ഇനി അടുത്തത് y1 + -2/2 ആണ് y2. അപ്പോൾ y2 ഈക്വൽ ടു പിയുടെ വൈ കോർഡിനേറ്റും ബിയുടെ വൈ കോർഡിനേറ്റും y1 + -2, അതായത് എന്താ? y1 - 2/2. അപ്പോൾ y1ഉം x2ഉം y2ൻ്റെയും ഇത് കിട്ടി. ഇത് 3 ഇക്വേഷൻ 4.
നമുക്ക് എന്ത് കിട്ടി? 4+x2/2 = x1, 7+y2/2 = y1. ഇനി x1+16/2 = x2, y1 - 2/2 = y2. ഇത്രയും ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ഇപ്പോൾ x1 പകരം എന്ത് കൊടുക്കാം? 4+x2/2 എന്ന് കൊടുക്കാം. അപ്പോൾ x1 ഉള്ളൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. x1 ഉള്ള ഇക്വേഷൻ ഏതാ? ഇതാണ്. x1+16/2 = x2. അപ്പോൾ ഇവിടുത്തെ x1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4+x2/2 കൊടുക്കാം. അപ്പോൾ ഇതെന്താവും? ഈ ഇക്വേഷനിൽ 2 വേരിയബിളാണ് ഇവിടെ ഉള്ളത്, x1 ആൻഡ് x2. അപ്പോൾ ഇത് ഒരു വേരിയബിളായിട്ട് മാറും. ഏത്? x2 ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ സാധാരണ എന്താ ഓൾജിബ്രയിലൊക്കെ ചെയ്യണ പോലെ തന്നെ നമ്മൾ ഇവിടെ x1 = നമുക്ക് എന്ത് കിട്ടി? x2ൻ്റെ ടേംസ് എന്താ? x1 ഇൻ ടേംസ് ഓഫ് x2 നമുക്ക് കിട്ടി. അപ്പോൾ x2 വെച്ചിട്ട് നമ്മൾ ഇവിടെ x1ൻ്റെ പ്ലേസിൽ x2 വെച്ചിട്ടുള്ള ടേംസ് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ x2ൽ കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂ വെച്ചിട്ട് നമുക്കിവിടെ x1 കണ്ടുപിടിക്കാം. x2ന് ആ വാല്യൂ കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് y1ഉം y2ഉം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് നോക്കാം? ഇവിടെ x1 പകരം എന്തെടുക്കാം? 4+x2/2. അപ്പോൾ എന്താ ഇക്വേഷൻ? x1+16/2 = x2. ഇതാണ് ഇക്വേഷൻ. ഇത് ഇക്വേഷൻ 3 ആണ്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ ഇക്വേഷനൊക്കെ നമ്പർ ഇടുക, എന്നിട്ട് പറയാം ഫ്രം ഇക്വേഷൻ 1 എന്താ? x1 = 4+x2/2. അപ്പോൾ പുട്ടിങ് x1 = 4+x2/2 ഇൻ ഇക്വേഷൻ 3. അപ്പോൾ ഇക്വേഷൻ 3ൽ എന്ത് കൊടുക്കുക? x1 പകരം 4+x2/2 കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് x1/2 16/2 എന്ന് എഴുതി കൂടെ? x1+16/2 നമുക്ക് എങ്ങനെ എഴുതാം? =x2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x1/2 +16/2 = x2. വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഓൾ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് സെപ്പറേറ്റ് ആക്കി എഴുതി, അത്രേ ഉള്ളൂ. അപ്പോൾ 16/2 ഇവിടെ എന്തായി? 16/2 എന്താണ്? 8. ഇനി ഇവിടെ x1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4+x2/2. ഇനി ഇത് ചെയ്തില്ല, അവിടെ നേരിട്ട് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ x1 പകരം എന്ത് കൊടുത്തു? 4+x2/2 +8 = x2. ഇനി ഇവിടെ എന്തുണ്ട്? x1 പകരമാണ് ഇത് കൊടുത്തത് /2. ഇനി ഇവിടെ /2 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്തായി? ഇവിടെ ഒരു 2ഉം കൂടി വരും. മനസ്സിലാവണുണ്ടോ? ഇനി ഒന്നും കൂടെ മനസ്സിലാക്കി തരാം. നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഇതാണ്. x1+16 /2 = x2. ഈ x1 പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? 4+x2/2. അപ്പോൾ അതെങ്ങനെ നേരിട്ട് തന്നെ കൊടുക്കാം? 4+x2/2 +16. ഇനി ഇവിടെ എന്തുണ്ട്? ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? /2 ഉണ്ട് അല്ലേ? x1+16 ഇവിടെ x1 പകരമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ x1+16/2 = x2 ആണല്ലോ. ഇനി ഇതെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 4+x2 ഇവിടെ /2 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഇവിടെയും ഒരു 2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ ഇതെന്തായി? 4 ആയി. പ്ലസ് ഇതെന്തായി? 16. ഈ /2 എന്തിനുണ്ട്? 16 ഉണ്ട് = x2. ഇവിടം വരെ ഓക്കെയാണോ? ഇനി ഇവിടെ ഈ 16/2 നമുക്ക് വേണമെങ്കിൽ എന്താക്കാം? 8 എന്ന് എഴുതാം. ഇനി ഇവിടെ LCM എന്ത് വരും? 4 വരും. അപ്പോൾ ഈ 4 8 ഇൻറ്റു ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ്. 4+x2/4 +8 = x2. അതെങ്ങനെ എഴുതാം? 4+x2 +8 × 4 എത്രയാണ്? 32. ഓൾ ഡിവൈഡഡ് ബൈ 4 = എന്ത് കിട്ടി? x2 എന്ന് കിട്ടി അല്ലേ? ഇനി ഈ 4 നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതെന്തായി മാറി? = 4x2 ആയി മാറി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടിയത്? 4+x2 +32 = 4x2. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേ. 32 + 4 എന്താ? 36. ഇനി ഈ x2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതെന്തായി മാറി? +x2 ഇങ്ങോട്ട് വന്നു, -x2 ആയി. 32 + 4 എന്തായി മാറി? 36 ആയി മാറി. അതായത് 4x2 - x2 എന്താ? 3x2 = 36 അല്ലേ? ഇവിടെ 4x2 - x2 എന്തായി മാറി? 3x2 = 36. അപ്പോൾ x2 = എന്താ?
36 divided by 3 equal to 12. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടി 12. ഇനി x2ൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് 12 കിട്ടി. അത് നമ്മൾ ഇതിൽ കൊടുത്താൽ മതി, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ മതി. x2ന് പകരം 12 ഇടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x1ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 4 പ്ലസ് x2ന് പകരം 12/2 ഈക്വൽ ടു x1. അതായത് 12 പ്ലസ് 4 എന്താ 16/2 ഈക്വൽ ടു x1. അതായത് x1 ഈക്വൽ ടു 16/2 എന്താണ് 8. അപ്പോൾ നമുക്ക് x1ഉം x2ഉം കിട്ടി. x1 ഇവിടെ എത്രയാണ്, നമുക്ക് 8. x2 എത്രയാണ് കിട്ടിയത്, 12. ഇനി സെയിം മെത്തേഡ് തന്നെ നമുക്ക് y1 y2 കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ y1ന് പകരം എന്താണ് 7 പ്ലസ് y2/2. അത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ തിരിച്ചായാലും കൊടുക്കാം. എങ്ങനെ കൊടുത്താലും ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 7 പ്ലസ് y2/2, അതായത് ഫ്രം ഇക്വേഷൻ 2 y1 ഈക്വൽ ടു 7 പ്ലസ് y2/2. അപ്പോൾ എന്താണ്, ഈ y1ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 7 പ്ലസ് y2/2. അപ്പോൾ ഇവിടെ y1 മൈനസ് 2/2 ഈക്വൽ ടു y2. ഇനി y1ന് പകരം, ഇവിടുത്തെ y1ന് പകരം നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്, 7 പ്ലസ് y2/2. അതായത് 7 പ്ലസ് y2. ഇപ്പോൾ നിങ്ങളിവിടെ എഴുതണം സബ്സ്റ്റിറ്റ്യൂട്ടിങ് എന്താണ്, y1 ഈക്വൽ ടു 7 പ്ലസ് y2/2 ഇൻ ഇക്വേഷൻ 4. അപ്പോൾ 7 പ്ലസ് y2/2 മൈനസ് 2 അല്ലേ, y1 മൈനസ് 2. y1ന് പകരം എന്ത് കൊടുത്തു, 7 പ്ലസ് y2/2 മൈനസ് 2 ഓൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു y2. മനസ്സിലായില്ല, ഈ y1ന് പകരം ഇത്ര എടുത്തു. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 7 പ്ലസ് y2, ഇവിടെ എന്തുണ്ട് 2 ഉണ്ട്, മൊത്തത്തിൽ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായി 4 ആയി. ഇവിടെ നെഗറ്റീവ് 2/2 എന്താണ് 1 ആയി, ഈക്വൽ ടു y2 കിട്ടിയില്ലോ. ഇനി എന്ത് ചെയ്യണം, ഈ 4 ഈ 1നും കൂടി കൊടുത്ത് ഈ 4 എന്താക്കുക, കോമൺ ഡിനോമിനേറ്റർ ആക്കുക. അപ്പോൾ ഇതെന്തായി മാറും, 7 പ്ലസ് y2. 1 ഇൻറ്റു 4 എന്താ 4 ഹോൾ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു y2. ഈ 4 ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്തായി മാറി, 4y2 ആയി മാറി. അപ്പോൾ 7 പ്ലസ് y2 മൈനസ് 4 ഈക്വൽ ടു 4y2. 7 മൈനസ് 4 എന്താണ് 3. അപ്പോൾ 3 ഇനി y2ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതെന്തായി 4y2, ഈ y2 ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇതെന്തായി മൈനസ് y2. 7 മൈനസ് 4 എന്തായി, ഇവിടെ 3 ആയി. 4y2 മൈനസ് y2 എന്താവും, 3y2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ y2 ഈക്വൽ ടു എന്ത് കിട്ടി, 3 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 1. അപ്പോൾ y2ൻ്റെ വാല്യൂ എന്ത് കിട്ടി, 1 കിട്ടി. ഇനി y2ൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഇക്വേഷനിൽ y2ന് 1 കൊടുത്താൽ നമുക്ക് y1 എത്ര കിട്ടും, y2ന് 1 കൊടുക്കാം. 7 പ്ലസ് y2 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 7 പ്ലസ് 1/2 ഈക്വൽ ടു y1. അതായത് y1 ഈക്വൽ ടു 8/2 എന്താണ് 4. അപ്പോൾ ഇവിടെ എത്രയാണ് y1 4, y2 എന്താണ് 12 1. ഇനി ഇത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം, ഈ മിഡ് പോയിൻറ്റ് ഇത് വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യാമല്ലോ. 4 പ്ലസ് 12 എത്രയാ 16, 16/2 എത്രയാ 8, കറക്റ്റ്. 7 പ്ലസ് 1 എത്രയാ 8, 8/2 എത്രയാ 4, കറക്റ്റ്. ഇനി അടുത്തത് ഇത്ര ഈ ഒരു സെഗ്മെൻറ്റ് നോക്കാം. 8 പ്ലസ് 16 എന്താ 24/2 എത്രയാ 12. അടുത്തത് 4 പ്ലസ് -2 എന്താണ് 2, 2/2 എന്ത് കിട്ടി 1 കിട്ടി. അപ്പോൾ എന്താണ് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇതും ഈ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് ഇതും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി പിയുടെ കോർഡിനേറ്റ് എന്തായിട്ടാണ് കിട്ടിയത്, p ഈക്വൽ ടു 8 4 ആൻഡ് q ഈക്വൽ ടു 12 1. അപ്പോൾ നമുക്കിനി 12th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഗിവൺ ദ പോയിൻറ്റ്സ് a 1 -8, b -4 7 and c -7 -4 show that they lie on a circle k whose center is the origin o 0 0. What is the radius of circle k?
Given the points D, -5, 6 and E, 0, 9, check whether D and E lie within the circle, on the circle or outside the circle K. ഇത് ഏത് ക്വാഡ്രൻറ്റിലായിരിക്കുന്നു നോക്കിയേ ഈ പോയിൻറ്റ്സ് ഒക്കെ. A1 -8, എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് നെഗറ്റീവ്. ഏത് ക്വാഡ്രൻ്റ് ആയിരിക്കും? ഫോർത്ത് ക്വാഡ്രൻറ്റ് അല്ല. ഇവിടുത്തെ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരുന്നത് ഈ ഒരു ക്വാഡ്രൻറ്റിൽ. അപ്പോൾ ഇവിടെ 1 -8 ഏകദേശം ഇവിടെ ആയിട്ട് പോയിൻ്റ് ഇടാം. 1 -8 ആണ് ഇത് സർക്കിളിലെ പോയിൻ്റാണ്. ഇനി അടുത്ത പോയിൻ്റ് ഇതിനെയാണ് നമുക്ക് എ എന്ന് വിളിക്കുന്നത്. ബി പോയിൻ്റ് ഏതാ? -4, 7. അതായത് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ്. ഈ സെക്ഷൻ ഏതാ? സെക്കൻഡ് ക്വാഡ്രൻറ്റ്. എക്സ് ഇവിടെ എന്താണ്? നെഗറ്റീവാണ്. വൈ ഇവിടെ എന്താണ്? പോസിറ്റീവാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. അപ്പോൾ ഇവിടെ -4ഉം എന്താ 7ഉം. അപ്പോൾ ഏകദേശം ഇവിടേക്ക് ആയിട്ട് റഫായിട്ടാണ് നമ്മൾ ജസ്റ്റ് വെറുതെ വരയ്ക്കണമെന്നുള്ളൂ. -4, 7. അടുത്തത് -7, -4 രണ്ടും നെഗറ്റീവായിട്ട് വരുന്ന ക്വാഡ്രൻ്റ് ഏതാ? തേർഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റ് -4, വൈ കോർഡിനേറ്റ് -7, വൈ കോർഡിനേറ്റ് -4. ഇത് എന്തായിട്ട് എടുത്തു? സി ആയിട്ട് എടുത്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ കെ? സർക്കിൾ കെ എന്നാണ് സർക്കിളിന് പേര്. അതിൻ്റെ റേഡിയസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം ദ പോയിൻറ്റ് ടു ദ സെൻറ്റർ. എത്ര ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഫ്രം ദ പോയിൻറ്റ് ഓൺ ദ സർക്കിൾ ടു ദ സെൻറ്റർ. ഇപ്പോൾ ഇവിടെ 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 പോയിൻറ്റ്സും നോക്കിക്കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടണം? സെയിം തന്നെ കിട്ടണം റേഡിയസ് അല്ലേ? ബിക്കോസ് ദീസ് 3 പോയിൻറ്റ്സ് ആർ ലൈയിങ് ഓൺ ദ സർക്കിൾ അല്ലേ? സർക്കിളിലുള്ള പോയിൻറ്റ്സ് ആയതുകൊണ്ട് ഈ പോയിൻറ്റ്സ് ഇത് ഇവിടുത്തെ ഏത് പോയിൻ്റ് എടുത്താലും ഫ്രം ദ സെൻറ്റർ ടു ദാറ്റ് പോയിൻ്റ് എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രം എ ടു ഒറിജിൻ അല്ലെങ്കിൽ ഫ്രം എ ടു ദ സെൻറ്റർ. സെൻറ്റർ ഏതാണ്? ഒറിജിൻ. എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് പോയിൻ്റ്? എ 1 -8. സെൻറ്റർ എന്താണ്? ഒറിജിനാണ് 0, 0 അല്ലേ? ഇപ്പോൾ ഡിസ്റ്റൻസ് എ ടു ഒ എന്താണ് വരുന്നത്? അപ്പോൾ സെൻറ്ററിന് നമ്മളിവിടെ സി എന്ന് കൊടുക്കാം. സി 0, 0. അയ്യോ ഇവിടെ സി ഉണ്ടല്ലേ, ഓ തന്നെ കിടക്കട്ടെ. എ ഒ എത്രയാണെന്ന് നോക്കാം. എങ്ങനെയാണ്? ഇത് x2, y2 എടുക്കാം. ഇത് x1, y1 എടുക്കാം. ഇപ്പോൾ റൂട്ട് ഓഫ് എന്താണ്? x2 - x1² അതായത് 1², y2 - y1² അതായത് -8² ഈക്വൽ ടു എന്ത് കിട്ടി? 1² 1, 8² എന്താണ്? 64. അപ്പോൾ 64 + 1 എന്താണ്? 65. അപ്പോൾ എ ഒ എത്രയാണെന്ന് കിട്ടി? റൂട്ട് 65. അപ്പോൾ റേഡിയസ് എത്ര കിട്ടി? റൂട്ട് 65. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ഈ ലെങ്ത്ത് റൂട്ട് 65 കിട്ടി. ഇനി ബി ടു ഒ വരെയുള്ളത് ബി ഒ എത്രയാണെന്ന് നോക്കാം. ബി ഒ ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എന്താണ്? ഇവിടെ ബി -4, 7 +7. സെൻറ്റർ എന്ത് തന്നെയാണ്? 0, 0. അപ്പോൾ ബി ഒ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? -4². ഇവിടെ 0, 0 ആയതുകൊണ്ട് നമുക്ക് പിന്നെ -x1² എന്നൊന്നും നോക്കണ്ട. ഇതിൻ്റെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. -4² + 7² ഈക്വൽ ടു റൂട്ട് ഓഫ് 16 + 49 ഈക്വൽ ടു റൂട്ട് 65. കറക്റ്റാണല്ലോ. അപ്പോൾ ബി ഒയും നമുക്ക് എത്ര തന്നെ കിട്ടി? റൂട്ട് 65 കിട്ടി. ഇനി അടുത്തത് സി ഒ. ഇനി സി എത്രയാണ് വരുന്നത്? -7 +4. അതും എന്ത് തന്നെയായിരിക്കും? -7² എന്താ? 49. +4² എന്താണ്? 16. അതായത് ഇവിടെ 16 + 49 ആണെങ്കിൽ ഇവിടെ 49 + 16 വിച്ച് ഈസ് 65. അപ്പോൾ നമുക്കിത് മൂന്നും എന്ത് തന്നെയാണ് കിട്ടിയത്? റൂട്ട് 65. അപ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ കെ ഈക്വൽ ടു എന്താണ്? റൂട്ട് 65 സെൻറ്റിമീറ്റർ തന്നിട്ടില്ല, യൂണിറ്റ്സ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വേറെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. എ ബി സി എന്താണ്? സർക്കിളിലുള്ള പോയിൻറ്റ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നെ പറയണുണ്ട്. ഇനി ഇത് ഷോ ദാറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഷോ ദാറ്റ്
ദേ ലൈ ഓൺ എ സർക്കിൾ ഹൂസ് സെൻറ്റർ ഈസ് ദ ഒറിജിൻ. അപ്പോൾ ഇത് എന്താണ്, ഇത് ലൈ ഓൺ സർക്കിൾ എന്ന് എങ്ങനെ പറയാം? ബിക്കോസ് എന്താണ്, ഫ്രം എ ടു ഒ equal to b to o equal to c to o equal to root 65 which is the radius of the circle. Hence a, b and c are lying on the circle. a, b, c എന്താണ്, ഒറിജിൻ, അതായത് സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്ററായ ഒറിജിനിൽ നിന്ന് പോയിൻറ്റ്സ് എയിലേക്കും ബിയിലേക്കും സിയിലേക്കുമുള്ള ഡിസ്റ്റൻസ് സെയിം ആണ് കിട്ടിയത്. ആ ഡിസ്റ്റൻസ് എന്താണ്, റേഡിയസ് ആണ്. അതുകൊണ്ട് എ, ബി, സി എന്താണ്, ലൈയിങ് ഓൺ ദ സർക്കിൾ. ഇനി ഡി, ഇ എന്ന 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് ഈ സർക്കിളിൻ്റെ തന്നെ പോയിൻ്റ് ആണോ, സർക്കിളിലാണോ, സർക്കിളിൻ്റെ പുറത്താണോ, സർക്കിളിൻ്റെ അകത്താണോ, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ആണോ, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ, ഓർ ഓൺ ദ സർക്കിൾ ആണോ, അതാണ് ക്വസ്റ്റ്യൻ. ഇനി ഡി എന്ന പോയിൻ്റ് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഡിയുടെ കോർഡിനേറ്റ്സ് -5 ആൻഡ് +6 ആണ്. അപ്പോൾ ഡിയിൽ നിന്ന് സെൻറ്ററിലേക്ക്, സെൻറ്റർ ഏതാണ്, ഒ ിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര കിട്ടണം, റേഡിയസ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഡി എവിടെയാണെന്ന് പറയാം, ഓൺ ദ സർക്കിളാണെന്ന് പറയാം. ഇനി റേഡിയസ് 65നേക്കാളും ചെറിയ ഡിസ്റ്റൻസ് ആണ് വരണേന്നുണ്ടെങ്കിൽ ഡി എന്താണെന്ന് പറയാം, ഇൻസൈഡ് ദ സർക്കിളാണെന്ന് പറയാം. ഇനി റേഡിയസിനേക്കാളും വലിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡി എവിടെയായിരിക്കും, ഔട്ട്സൈഡ് ദ സർക്കിൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് സർക്കിള്. ഡി ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും, ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് റേഡിയസ് 65. ഇനി ഇതിനേക്കാളും കുറവാണെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇനി ഇതിനേക്കാളും കൂടുതൽ √65നേക്കാളും ഗ്രേറ്റർ ദാൻ √65 ആണെങ്കിൽ സർക്കിളിൻ്റെ പുറത്തായിരിക്കും ഡി. അപ്പോൾ ഇത്രയും ചാൻസ് ആണുള്ളത്. എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് നോക്കുകയാണ്, ഫ്രം ഡി ടു ഒ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഡി ഒ ലെങ്ത് എത്രയായിരിക്കും, ഒ എന്ന് പറയുന്നത് 0, 0 ആയതുകൊണ്ട് ഞാനിവിടെ എഴുതണില്ല. എന്തായിരിക്കും, x² എന്താ 25 + y² എന്താ 6² 36 ഈക്വൽ ടു 61. അപ്പോൾ √61 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ √65. അതുകൊണ്ട് ഡി എവിടെയായിരിക്കും, ഡി എന്ന് പറയണത് ഇൻസൈഡ് ദ സർക്കിളായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ലെങ്ത്ത് ഡി ടു ഒ സെൻറ്റർ വരെയുള്ള ലെങ്ത്ത് എത്രയാണ്, √61 ആണ്. അത് എന്തിനേക്കാളും ചെറുതാണ്, റേഡിയസിനേക്കാളും ചെറുതായതുകൊണ്ട് ഡി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ഇനി അടുത്ത പോയിൻ്റ് നോക്കാം. അടുത്ത പോയിൻ്റാണ് ഇ. ഇയുടെ കോർഡിനേറ്റ്സ് 0, 9. അപ്പോൾ ഇ ടു ഒ വരെയുള്ള ഡിസ്റ്റൻസ് നോക്കാം. എത്രയായിരിക്കും, √0² ഇല്ല, 9². 9² എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്, 9 തന്നെ. അപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്, അതായത് √81 ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയണത് √81 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ √65. അപ്പോൾ ഇതെവിടെയായിട്ട് വരും, ഇത് ഔട്ട്സൈഡ് ദ, ഇ എന്ന പോയിൻ്റ് എവിടെയായിട്ട് വരും, ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിലെ പോയിൻറ്റ്സ്, സർക്കിളിലെ പോയിൻറ്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും, ആ പോയിൻറ്റ്സും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയിരിക്കും, അതായിരിക്കും റേഡിയസ്. ഇനി ബാക്കി നമുക്കിനി റേഡിയസിനേക്കാളും ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിളായിരിക്കും, റേഡിയസിനേക്കാളും വലിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിളായിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാർട്ട് ഇവിടെ നിർത്താണ്. അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ എല്ലാവരും സജഷൻസൊക്കെ പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ് ദിസ് ചാനൽ. ബൈ ബൈ.